ഖുർആനിലൂടെ ഈ ഒരു പരമ്പര ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ റമദാനും ആ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം പുതുക്കാനുള്ള സുവർണാവസരങ്ങളാണ്. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാനന്തര ജീവിതത്തിൽ റസൂലുള്ളാഹി പരാതിപ്പെടുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചുള്ള താക്കീത് സൂറത്ത് ഫുർഖാന്റെ 30-ാമത്തെ ആയത്തിൽ വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആൻ അവഗണിച്ചവരെന്ന് റസൂലുള്ളാഹി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അവര് ഖുർആൻ അവഗണന എന്ന് പറയുമ്പോൾ ഖുർആൻ നൽകിയതിൻ്റെ ഉദ്ദേശം ലിയദ്ദബ്ബറു ആയാതിഹി, ആയത്തുകളെ സംബന്ധിച്ച് തദബ്ബുർ, ആ രൂപത്തിൽ ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാൻ, ആ രൂപത്തിൽ പഠിക്കുന്ന സമയത്ത് മാത്രമാണ് ഖുർആൻ ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുക. അതല്ലാതെ കേവലം ഒരു ഗ്രന്ഥമായിട്ട്. ഇപ്പോൾ ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം അതിനകത്തുള്ളത് അറിയാതെ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്താത്ത ആ രൂപത്തിൽ അവരെ ഗ്രന്ഥം കൊണ്ടു നടന്നു എന്നുള്ളതാണ്. ഖുർആനുമായിട്ടുള്ള ബന്ധം, ആത്മബന്ധം, അത് നമ്മൾ ഓരോ സമയത്തും ആ ഖുർആനെ സമീപിക്കുന്ന സമയത്തെല്ലാം വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പരിശുദ്ധ ഖുർആനെ അത് ഓതാനുള്ള അല്ലെങ്കിൽ ഒരു മാസം ഓതി തീർക്കാനുള്ള സൗകര്യാർത്ഥത്തിനെല്ലാം വേണ്ടി അതിനെ 30 ജുസുകൾ അല്ലെങ്കിൽ അജ്സാകളാക്കി വിഭജിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹിന്റെ കാലത്തല്ല, പിൻകാലഘട്ടത്തിൽ താബികൾ അല്ലെങ്കിൽ തബാ താബികളുടെ കാലം മുതൽ ആ രൂപത്തിൽ ഖുർആനെ വിഭജിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ജുസുയിലൂടെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അത് മുഴുവൻ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ അത് കവർ ചെയ്യുക എന്നുള്ളത് മണിക്കൂറുകളുടെ വിശകലനം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കേവലം അതിലേക്ക് അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗം പാരായണം ചെയ്യാനും ചിന്തിക്കാനെല്ലാമുള്ള ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം അതിൽ ഒന്നാമത്തെ ജുസ് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയുടെ 141 വരെയുള്ള ആയത്തുകളാണ്. അപ്പോൾ ഫാത്തിഹയെ സംബന്ധിച്ച് മാത്രം തന്നെ അപ്പോൾ നമ്മൾ റമദാനിൽ മുഴുവൻ സംസാരിച്ചാലും തീരാത്തത്ര വിശാലമായിട്ടുള്ളതാണ്. ആ ഖുർആനിലേക്കുള്ള ഒരു ഓപ്പണിംഗ്, ഒരു കവാടം, ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആ ഫാത്തിഹ എന്നുള്ള പദം പോലും. അതായത് ചില പണ്ഡിതന്മാർ മൊത്തം ഖുർആൻ ആ ഫാത്തിഹയുടെ തഫ്സീർ അല്ലെങ്കിൽ ആ ഖുർആനിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ആ ഫാത്തിഹ എന്ന് ആ വിശാലമായിട്ടുള്ള ഒരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു അധ്യായം തന്നെ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു അധ്യായത്തെ ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് എന്നെല്ലാം വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ സൂറത്തുൽ ഹിജ്റിന്റെ 87-ാമത്തെ വചനത്തിൽ ആ ഫാത്തിഹയെ സംബന്ധിച്ച് വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനിൽ അലീം അല്ലാഹു പറയുന്നുണ്ട്. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും ഖുർആനും, അതായത് അതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അത്രയേറെ വിശാലമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. പലപ്പോഴും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതെയാണ് നമ്മൾ ദിനേന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സബഅൻ മിനൽ മസാനി, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളെന്ന് അല്ലാഹു അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ മുസ്ലിങ്ങളും ലോകത്ത് മിനിമം അത് 17 അല്ലെങ്കിൽ 20-ലധികം തവണ ഓരോ ദിവസവും നമ്മളത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ലോകത്തുള്ള ബില്യൺ കണക്കിന് മുസ്ലിങ്ങൾ അത് ഈ രൂപത്തിൽ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് 14 നൂറ്റാണ്ടുകളായിട്ട്. അപ്പം അത്രയേറെ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന മറ്റേതെങ്കിലും ഒരു മന്ത്രങ്ങളോ സ്തുതിഗീതങ്ങളോ ലോകത്ത് മറ്റൊന്നും കാണാൻ സാധ്യമല്ല. അള്ളാഹു അതിനെ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നതെന്നല്ല വിശേഷിപ്പിക്കുന്നതിലുള്ള യുക്തിയെല്ലാം സുബ്ഹാനല്ലാഹ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം അതിൻ്റെ ആദ്യ വചനം, ആ ഖുർആന്റെ ആരംഭം തന്നെ ഏതൊരാളെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അതിമനോഹരമായിട്ടാണ് ആ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും ലോകങ്ങളുടെ രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനാണ്. അപ്പം നമ്മൾ അവിടെ സ്തുതി എന്ന് പരിഭാഷപ്പെടുത്താറുണ്ടെങ്കിലും അൽഹംദുലില്ലാ എന്നുള്ള പദം തന്നെ മണിക്കൂറുകളുടെ വിശകലനം ആവശ്യമുള്ള രൂപത്തിൽ ഹംദ് എന്നുള്ള പദത്തിന് പ്രധാനമായിട്ട് 2 അർത്ഥങ്ങൾ അല്ലെങ്കിൽ 2 കാര്യങ്ങളുടെ മിശ്രിതാണ് ഹംദ് സൂചിപ്പിക്കുന്നത്. ഒന്ന് അസന അല്ലെങ്കിൽ മദ്ഹ്, ആ വാഴ്ത്തൽ, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ശുക്ർ, നന്ദി. ആ രണ്ടിനും അർഹനായിട്ടുള്ളവൻ ആ പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു മാത്രമാണ്. അപ്പം അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നത്. എല്ലാ വാഴ്ത്തലിനും വാഴ്ത്തപ്പെടാൻ അർഹനായിട്ടുള്ള ജെന്യൂനായിട്ട് അർഹനായവൻ ആ പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹു മാത്രമാണ്. അപ്പം നമ്മൾ മറ്റൊരാളെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ വാഴ്ത്തുന്ന സമയത്ത് ഒരാളുടെ സൗന്ദര്യത്തെ ഞാൻ പുകഴ്ത്തുകയാണെങ്കിൽ ആ സൗന്ദര്യം അയാളുടെ മിടുക്കൊണ്ട് ലഭിച്ചതല്ല, അത് അള്ളാഹു നൽകിയതാണ്. ഏതൊരു കഴിവും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം നൽകപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹു അതിൽ നിന്നെല്ലാം മുക്തനായിട്ട് ആ ജെന്യൂനായിട്ട് അർഹനായവൻ അത് അള്ളാഹു മാത്രമാണെന്നുള്ളത്. നമ്മൾ ആരും അള്ളാഹുവിനെ വാഴ്ത്തിയിട്ടില്ലെങ്കിലും അതിന് അർഹനായവൻ.